പടമായിരുന്നു, നല്ല പടം, സൂപ്പർ. എന്നുവെച്ചാൽ സൗബിൻ ചേട്ടൻ്റെ നല്ല വെറൈറ്റി പെർഫോമൻസ് ആയിരുന്നു. ഒരു വികലാംഗൻ്റെ വേഷമാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ലേഡി ക്യാരക്ടറായിട്ട് ചെയ്തതിന് മെറിൻ്റെ സൂപ്പർ അഭിനയം. പോലീസ് വേഷം വ്യത്യസ്ത, അതെ അതും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മാനരിസം എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. പോലീസ് വേഷം നല്ലതായിട്ട് സൂപ്പർ. ഒന്നും പറയാനില്ല. ഇനി എല്ലാവരും കാണട്ടെ, എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ. ഓ ശരിക്കും കോമഡി നല്ല സൂപ്പറാണ്. ബേസിൽ ജോസഫ് പടം അടിപൊളി പടമാണ്. സൗബിൻ പൊളിച്ച്, എല്ലാവരും പൊളിച്ച്. അതിൽ നല്ല എല്ലാവരും അടിപൊളിയായിട്ട് അഭിനയിച്ച് അടിപൊളിയായിട്ട് പടം കാണട്ടെ എല്ലാവരും. അത് നൈസാണ് അടിപൊളിയാണ്. അല്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ ക്രൂവിൻ്റെ ഒപ്പം അങ്ങനെ കാണാൻ പറ്റിയില്ല, നല്ലൊരു സന്തോഷം. കഥ ഞാനിപ്പോൾ ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് സ്റ്റോറി നമുക്ക് അറിയാമായിരുന്നു. പക്ഷേ സിനിമ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എൻഗേജിങ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കോമ്പോ. അതായത് അവർ അഫ്കോഴ്സ് ഞാനായിട്ട് അവരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അവർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ഇപ്പോൾ ഹ്യൂമർ ആണെങ്കിലും ഇമോഷണലാണ് എല്ലാ സീൻസും വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ നമുക്കത് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ത്രൂ ഔട്ട് അവരുടെ പെർഫോമൻസ് ലൈക്ക് അതെ അതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത്. രണ്ടുപേരുടെ ക്യാരക്ടേഴ്സും കാരണം കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. ഇതുവരെ ചെയ്യാത്ത മീൻസ് ലൈക്ക് അവരുടെ നിന്ന് യൂഷ്വൽ പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടാണ് തോന്നിയത്. അവർ ഡിഫറെൻ്റ് ആയിട്ട് പെർഫോം ചെയ്ത് എനിക്ക് അങ്ങനെ ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിമിലാരിറ്റി വന്നില്ല. ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ അത് ഓഡിയൻസാണ് പറയേണ്ടത്. നമ്മളിപ്പോൾ എല്ലാവരും നന്നായി പെർഫോം ചെയ്തതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞതല്ല, എന്നാലും എല്ലാവരും അവരുടെ ഭാഗങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്.